ഇപ്പോൾ ഞങ്ങളൊരു മിഷൻ 110 എന്ന രൂപത്തിൽ തന്നെ ഇന്നലെ അനൗപചാരികമായി മന്ത്രിസഭ തന്നെ ഒരു യോഗം ചേരുകയുണ്ടായി. 3 മണിക്കൂറോളം ഞങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തു. കേരളത്തിൽ ഞങ്ങൾ അപ്പോൾ ചിലർ 110 ആണോ മറ്റതോ 100 ഹാ എന്ന് ആഘോഷിച്ചു. 100 എങ്ങനെ ആഘോഷിക്കുന്നത്? കാരണം 2011 UDF അവസാനമായി അധികാരത്തിൽ വരുമ്പോൾ എത്ര സീറ്റ് കിട്ടി? കഷ്ടി 72 അല്ലേ? പിന്നെ എത്രയിലേക്ക് എത്തി? 43. പിന്നെ എത്രയിലേക്ക് ഇപ്പം എത്ര നിൽക്കണു? 41. കോൺഗ്രസിന് എത്ര? 21, ലീഗ് 15. 2016 കോൺഗ്രസിന് എത്ര? 22, ലീഗിന് 18. കോൺഗ്രസും ലീഗും തമ്മിൽ വ്യത്യാസം എത്ര? 4. എന്നാൽ 2001 ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് 99 സീറ്റ് കിട്ടിയത്. അന്ന് എനിക്ക് തോന്നുന്നു 69 ലീഗ് കോൺഗ്രസിന് കിട്ടിയപ്പോൾ 17 സീറ്റോ മറ്റാണ് ലീഗിന് കിട്ടിയത്. ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ഈ ബലത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു പാർട്ടി ഇപ്പോൾ ഈ രൂപത്തിൽ വരുമ്പോൾ കൊള്ളാം. ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ 91-16 കിട്ടി, 99 എത്തി. ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ 72, 68 ഒരു 3 സീറ്റിന് വ്യത്യാസമാണ്. ഏകദേശം 1% വോട്ട് മാറിയിരുന്നെങ്കിൽ കേരളത്തിൽ അന്ന് ഒരു തുടർച്ച അന്നേ ഉണ്ടാകുമായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണെങ്കിൽ 2010 ഏറ്റവും കൂടുതൽ UDF പഞ്ചായത്ത് കിട്ടിയതാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. 100 സീറ്റിലധികം ഇപ്പോൾ പറഞ്ഞ 100 സീറ്റിലധികം വിജയം ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകും എന്നാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കിട്ടിയത് ഭരണത്തിലുള്ളപ്പോൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കേണ്ടി വന്നൊരു ഗവൺമെന്റ് ആയിരുന്നു അത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആ ചിത്രത്തിൽ ഇപ്പോൾ ഭരണ തുടർച്ച എന്നുള്ളതൊരു പുതിയ കാര്യമായിരുന്നു. ആ തുടർച്ച സാധ്യമാക്കാൻ കഴിഞ്ഞതാണ് 16 ഗവൺമെന്റ്, അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി. അതേപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുണ്ടായതിന് 2011 ചെറിയ വ്യത്യാസമാണെങ്കിൽ ആ വിധിയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കി ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ ഒരു തുടർച്ച വേണം എന്ന ജനങ്ങളുടെ താല്പര്യം. അതിപ്പോൾ നോക്കൂ, ഇവിടെ പാലക്കാട് ഞാൻ ഉദ്ഘാടനം ചെയ്ത ഓഫീസുണ്ടല്ലോ, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ ഓഫീസാണ്. 10 മാസം കൊണ്ടാണ് ഞങ്ങൾ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത്. അതുപോലെ തന്നെ കരാറുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. കേരളം പല കാര്യങ്ങളും ഒന്നാമതായി. അപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ, സാമൂഹ്യക്ഷേമത്തിന്റെ കാര്യത്തിൽ എല്ലാത്തിലും കേരളം വളരെ വേഗതയിൽ വന്നിരിക്കുന്നു. ഈ ഗവൺമെന്റിനെ ഇവരെ വിമർശിക്കാൻ ഒന്നുമില്ല. ഏതെങ്കിലും കാര്യത്തിൽ വിമർശിക്കാനൊരു പ്രശ്നമുണ്ടോ?